മുത്തുക്കിളി എപ്പ തുടങ്ങുന്നത്? കൊച്ചമ്മ വന്ന തുടങ്ങും രശ്മിക്കിളി. അടുത്ത വന്നല്ല ഇതെപ്പ തുടങ്ങും? കൊച്ചമ്മ വന്ന തുടങ്ങും. എനിക്ക് ബാക്കിയുള്ളവരെ പോലെ സമയം കളയാനൊന്നും പറ്റൂല. എനിക്ക് പോണം, കുറെ പരിപാടികളുണ്ട്. അടപടലം പൊട്ടിപ്പൊളിഞ്ഞിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലേ അണ്ണാ? ആർക്ക്? എനിക്ക് അഹങ്കാരം. എനിക്ക് അഹങ്കാരം. എന്തോന്ന് അടപടലം പൊളിഞ്ഞത്? അത് പറ. എന്നെ പറഞ്ഞത് അതെ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് മുഖത്തോക്കി പറയണം. അതാണ് തറവാടിത്തം. തറവാടില്ലാത്ത നീ തറവാടിനെ കുറിച്ച് സംസാരിക്കല്ലേ സുരഭി? എനിക്ക് ചിരിക്കാൻ വയ്യ. ഏട്ടത്തി, എന്തിനാ രാവിലെ തന്നെ നിങ്ങളമ്മ വഴക്കിട്ട് വെറുതെ മൂഡ് കളയുന്നത്? സമ്മാനത്തേരി പ്ലീസ്. അതാദ്യം നിന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്ക പ്രതീക്ഷേ. അവളാണല്ലോ അഹങ്കാരം കാണിച്ച് ഇന്നലെ വെച്ച മീറ്റിങ്ങിന് വരാതിരുന്നത്. ഞാനും ഒരുപാട് പണികളൊക്കെ മാറ്റി വെച്ചിട്ട് തന്നെ ഈ മീറ്റിങ്ങിന് വന്ന് നിൽക്കുന്നത്. റൂമിൽ കിടന്ന് ഉറങ്ങണതായിരിക്കും. ഉറങ്ങുന്നതോ ഉറങ്ങാതിരിക്കുന്നതോ അത് ഞാൻ തീരുമാനിച്ചോളാം. ഞാൻ നിങ്ങളുടെ ഒന്നും പറയാൻ പറഞ്ഞില്ല. എന്നെ വെറുതെ വിട്ടേരാ. അതാ നല്ലത്. അയ്യോ, രണ്ട് ഭർത്താക്കന്മാരും കൂടെ കിഴങ്ങ് പുഴുങ്ങിയതോ ഇരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. എന്തോന്ന്? അല്ല, ചായക്ക് കിഴങ്ങ് പുഴുങ്ങിയത് മതി, അതോ വേറെ എന്തെങ്കിലും വേണോ? അണ്ണൻ ഇച്ചിരി മുമ്പ് എന്തോ പറഞ്ഞല്ലോ. ഒന്നും പറഞ്ഞില്ല. ആക്കിയതാണ് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. ആക്കിയതല്ലേ ചേട്ടാ, നിങ്ങളത് ഇങ്ങനെ നിൽക്കുന്നത് ഇതുപോലത്തെ മൊമെന്റിലല്ലേ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കേണ്ടത്. ചിൽ ചെയ്യൂ ചേട്ടാ, ചിൽ ചെയ്യൂ. അല്ലേ? എടാ, സംഭവം ഇന്നലെ വരെ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഇത് കേട്ടപ്പോ. പക്ഷെ ഇന്നിപ്പോ എല്ലാ സ്വത്തുക്കളും ഇങ്ങനെ വീതം വെച്ച് പോണെന്ന് അറിഞ്ഞപ്പം ഒരു വിഷമം. അതെ, സെന്റി അടിച്ച് ഉള്ളതൂടെ കുളമാക്കി കൈ തരരുത്. കിട്ടുന്നത് എന്താന്ന് വെച്ചാ വാങ്ങിച്ചും വെച്ച് രക്ഷപ്പെടാനാ ഞാൻ നോക്കുന്നത്. അതെ, അണ്ണന്റെ അമ്മ സ്വത്ത് ഭാഗം വെക്കണമെന്ന് പറഞ്ഞായിരുന്നാ? യെസ്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു മീറ്റിംഗ് തന്നെ ഇവിടെ നടക്കുന്നത്. അണ്ണന്റെ അമ്മയല്ലേ, നടന്നോല്ലേ? നീ ചുമ്മാ നെഗറ്റീവ് പറയാൻ നിക്കല്ലേ. ഇടി, ഇനി മുന്നോട്ടുള്ള വളർച്ചയായിരിക്കും നമ്മുടെ വളർച്ച. കാണണം. മുത്തോ. ഓ, എന്ത് വെച്ചമ്മ? നീ എന്തോടാ എങ്ങാണ്ട് പോയി നിൽക്കുന്നത്? അല്ല, കുടുംബക്കാര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ വന്ന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനല്ല, ഒരു സാക്ഷി ആവശ്യം എല്ലാ കാര്യത്തിനും. നീ ഇവിടെ തന്നെ നിൽക്കണം. ഓ, കേട്ടോ? ഓ. ആ, അപ്പോ മക്കളെ, ഞാൻ എന്തിനാ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചതെന്ന് അറിയാവോ? അതൊക്കെ അറിയാം അമ്മ. അമ്മ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് മക്കളുടെ നന്മ കണ്ടിട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാല്ലേ? ഇടയ്ക്ക്. ശരി. പ്രശോഭേ, നിനക്ക് എന്താ പറയാനുള്ളത്? അമ്മ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ. പോട്ടെ, ഏതായാലും രണ്ട് മക്കളും അമ്മയ്ക്ക് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം തരുന്നുണ്ടല്ലോ, അത് തന്നെ സന്തോഷം. അപ്പൊ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഈ ചന്ദ്രഹാസം വീട് ഒരു കുത്തൊഴുക്കിപ്പെട്ടത് ഒരാകപ്പാടെ കലങ്ങി മറിഞ്ഞ് കിടക്കുക. ആകെ മൊത്തം കുടുംബത്തിന്റെ കൺട്രോള് പോയതുപോലെ. അല്ല, ഞാനിതൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയമ്മ. അതുകൊണ്ട് എല്ലാം പ്രശോഭേട്ടന്റെ പേരിൽ എഴുതി കൊടുത്ത് അമ്മ റെസ്റ്റ് എടുക്കാൻ നോക്ക്. അതാ നല്ലത്. ഏട്ടത്തി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു അമ്മ. വേറൊന്നുമല്ല, അമ്മ ശിഷ്ടകാലം നല്ല ആഹാരമൊക്കെ കഴിച്ച് ശരീരമൊക്കെ നോക്കി ആരോഗ്യമൊക്കെ നോക്കി ഇരിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. അയ്യോ, ഞാൻ പറഞ്ഞു തീർന്നില്ല മക്കളെ. അമ്മ പറഞ്ഞു. അതെ, പറഞ്ഞു തീരട്ടെ. അതായത് ഇന്ന് മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ വീട്ടില് മക്കളായാലും ശരി മരുമക്കളായാലും ശരി ഞാൻ പറയുന്നത് കേട്ട് വേണം ജീവിക്കാനായിട്ട്. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിവാസം കാണിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അതിനൊരു അവസാനം ഇല്ലാതായി പോവും. അത് അനുവദിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, കൂടെ ഒരുത്തര് കയറി വരും. കൂടോത്രം, മന്ത്രവാദം, ഇപ്പൊ അങ്ങനെ സംഭവിക്കും, അത് സംഭവിക്കും, ഇത് സംഭവിക്കും. അങ്ങനെയൊക്കെ കയറി വരുന്നവരുടെ അവസാനം എന്തായിരിക്കും എന്ന് എനിക്കിപ്പോ പറയാൻ പോലും പറ്റത്തില്ല. കാരണം ചിലപ്പോ എന്റെ കൺട്രോൾ പോയതിരിക്കും. കേട്ടല്ലോ മുത്തുവേ? ഓ, എന്തായാലും നീ ഇതൊന്ന് വായിച്ചേടാ. കൊച്ചമ്മ, ഓ, ഷാളായി. എന്തോന്ന്? ഷാളായി. ഓ, അങ്ങനെ. വായിക്കോ. രാവിലെ കൃത്യം 7 മണിക്ക് എല്ലാ പേരും ഉറക്കമുണരണം. വീട്ടിലെ ജോലികൾ എല്ലാ പേരും ഉത്തരവാദിത്തത്തോടെ ഒരുമിച്ച് ചെയ്യണം. അവരവർക്കുള്ള ഇഷ്ടഭക്ഷണം അവരവർ തന്നെ ടൈം നോക്കി ഉണ്ടാക്കി കഴിക്കുക. ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് മുത്തു എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന, അതായത് കൊച്ചമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാവുന്നതാണ്. വേണമെങ്കിൽ മതി.
പിന്നെ വൈകുന്നേരം 7 മണിക്ക് തന്നെ എല്ലാവരും വീട്ടിൽ തിരികെ എത്തേണ്ടതാണ്. അതിന് ഏത് കൊമ്പത്ത ബിസിനസ് നടത്തുന്ന ആളായാലും ശരി, 7 മണിക്ക് ഗേറ്റ് അടച്ചാൽ പിന്നെ അത് രാവിലെ 7 മണിക്ക് തുറക്കൂ. ഇതെല്ലാം അനുസരിക്കുന്നവർക്ക് മാത്രം ഇവിടെ താമസിക്കാം. പിന്നെ ചന്ദ്രഹാസത്തിന്റെ സ്വത്തുവകകളെല്ലാം തന്നെ സുഹാസിനിയുടേതോ ചന്ദ്രഹാസന്റേതോ താല്പര്യത്തിനൊത്താകും ക്രയവിക്രയം ചെയ്യുന്നത്. ചിലപ്പോ മുഴുവൻ സ്വത്തും സോമജിയുടെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ആ അപ്പോ എല്ലാരും കേട്ടല്ലോ വായിച്ചത് അല്ലേ? അപ്പൊ മനസ്സിലായല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആ അമ്മ ഇത് പറയാൻ വേണ്ടിട്ടാണോ ഞങ്ങളെ ഇങ്ങനെ വിളിച്ചു വരുത്തിയേ? അയ്യോ, നീ എന്താ വിചാരിച്ചേ സ്വത്ത് എഴുതി അങ്ങോട്ട് കയ്യിൽ തരാനാണെന്ന്? എടാ ചെറുക്ക, ശരീരം വേർത്ത് അധ്വാനിച്ച് 5 ചക്രം ഉണ്ടാക്കാൻ നോക്കാം ആദ്യം. അയ്യോ. ആ ഇത് എന്താ ഏട്ടാ ഇത്? എനിക്കെങ്ങനെ അറിയാം? എന്തോന്നാ ഇത്? പട്ടാള ക്യാമ്പോ? നിങ്ങളുടെ അമ്മ എന്താ നമ്മളെല്ലാം പൊട്ടരാക്കാന്ന് വിചാരിച്ചേക്കുന്നോ? കണ്ടതെല്ലാം ട്രസ്റ്റിന് എഴുതി കൊടുത്താൽ നമ്മൾ എന്തെടുത്ത് വെച്ചിട്ട് ജീവിക്കും? എല്ലാവർക്കും എല്ലാം കിട്ടിയല്ലോ. പൊതിഞ്ഞു കിട്ടിയേ അങ്ങ് അലമാരി കൊണ്ട് വെച്ചേരാ. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അണ്ണന്റെ അമ്മ ഞാൻ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല. കഷ്ടം. പോണോ? മുത്തണ്ണ, ഓ, ആ എഴുതിയ പേപ്പറിനകത്ത് എന്തെങ്കിലും ബാക്കി ഉണ്ടായിരുന്നു വായിക്കാതെ? വേറെ ഒന്നുമില്ലായിരുന്നു, എഴുതിയത് മൊത്തം ഞാൻ വായിച്ചായിരുന്നു. എന്തോന്നടാ കിട്ടിയത് പോരെ? എന്നാലും ഒരുമാതിരി വല്ലാത്ത പരിപാടിയായി. അതെ അതെ. അതെ, എന്റെ അമ്മയൊന്ന് വിളിക്കട്ടെ. ഇതേ ഇങ്ങനെ വിട്ടാ പറ്റില്ല. അല്ല അല്ല, ഇതിന്റെ ഇടയിൽ ഇപ്പൊ അതിനെന്തിനു വിളിക്കണത്? ഇതിന്റെ ഇടയിൽ തന്നെ അതിനെ വിളിച്ചു വരുത്തണം. കുഞ്ഞിനെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടോ. അണ്ണാ, ഇതിന്റെ ഇടയിൽ തന്നെ അത് ചോദിക്കണം. എന്റെ കൊച്ചമ്മയുടെ അടുത്താണ് കളി. അച്ഛാ, ഈ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് ഏറ്റുന്നതും ഭാവാൻ. ഈ മാറാപ്പ് എന്ന് വെച്ചാൽ എന്താ അച്ഛാ? അച്ഛാ, ഈ മാറാപ്പ് എന്ന് വെച്ചാൽ എന്താന്ന്? ഈ മാറാപ്പെന്ന് പറഞ്ഞാ ഈ തുണി കൊണ്ടുള്ള ബാണ്ടം. ആ, വേണ്ട. ഓ, അപ്പൊ ഈ മന്നൻ എന്ന് വെച്ചാലോ? മന്നൻ എന്ന് പറഞ്ഞാ രാജാവ്, കിങ്. ഏ, ഈ രാജാവിന്റെ പുറത്തെന്തിനാ ബാണ്ട കെട്ടി കയറ്റുന്നത്? എന്റെ മോളെ, നീ അത് എഴുതിയിട്ടെ നിന്റെ ടീച്ചറിന്റെ അടുത്ത് പോയി ചോദിച്ചു. ഞാനേ എന്റെ അമ്മയെ വിളിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? എന്തിനാന്നോ? ഇതൊക്കെ ചോദിക്കാനും പറയാനേ ആളുണ്ട്. ഇതെന്താ വെള്ളരിക്ക പട്ടണോ? എന്റെ ലക്ഷ്മി, ഇതൊക്കെ അമ്മയുടെ സ്വത്തുക്കളല്ലേ? അപ്പൊ അമ്മയ്ക്കാണ് അവകാശം ഇതൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ആ, അതെന്ത് ന്യായം? ഇക്കണ്ട കാലം മൊത്തം ഈ കമ്പനി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പ്രശോഭേട്ടൻ അവിടെ എന്തോ ഒരു സമയം ചെലവഴിച്ചു. അപ്പൊ അതിൽ നല്ല അവകാശം പ്രശോഭേട്ടനും ഉണ്ട്. അതൊക്കെ അമ്മയ്ക്കും കൂടെ തോന്നണ്ടേ? എന്തായിരുന്നാലും ഞാൻ ഒരു അവകാശവും സ്ഥാപിക്കാൻ പോണില്ല. വേണ്ട, ഇതാ ഈ കട്ടിലിന്റെ അടിയിൽ കയറി അമ്മയെ പേടിച്ച് ഒളിച്ചിരുന്നോ? എന്റെ പ്രശോഭേട്ടാ, ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചു തന്നെ വാങ്ങണം. അല്ലെങ്കിലേ നമ്മുടെ ലൈഫ് 3G ആയി പോകും. അയ്യേ ലക്ഷ്മി, കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് നീ സംസാരിക്കും. മോളിരിക്കണ കണ്ടില്ലേ? എനിക്ക് കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് സംസാരിച്ചു. ഈ സമയത്ത് എനിക്ക് ഇത്ര ഡീസന്റ് ആവാനേ പറ്റുള്ളൂ. ഈ കമ്പനി ഡെവലപ്പ് ആവാൻ വേണ്ടിട്ടേ ഞാൻ എന്തോരം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തെന്നുള്ളത് അറിയോ? നീ എപ്പോ സാക്രിഫൈസ് ചെയ്ത്? എന്ത് ചെയ്തെന്നോ? എനിക്കും എന്റെ മോക്കും കിട്ടേണ്ട സമയമാണ് പ്രശോഭേട്ടൻ കമ്പനിയിൽ ചെലവഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചെന്നറിയോ? അല്ല മോളെ, എനിക്കറിയില്ല. നിങ്ങൾക്ക് സംസാരിക്കാണ്ടെങ്കിൽ രണ്ടുപേർക്കും കൂടി പുറത്ത് എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിച്ചൂടെ? നീ വേണേ പുറത്തു പോ. എന്ത് കഷ്ടോ എന്തോ, ഒരു പീസും ഇല്ലാത്ത ഒരു ഫാമിലി. ഞാൻ പോകുന്നു. കണ്ട, മോള് പറഞ്ഞിട്ട് പോയത് കണ്ട? നമുക്കൊരു പീസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ കുഞ്ഞിന്? എടി, അവള് ചോദിച്ച പീസ് ഏതെന്നാ? സമാധാനം. ആ സാധനം തന്നെ ഞാനും ഉദ്ദേശിച്ചത്. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞോണ്ട് ചോദിക്കുക. ഈ കണ്ട സമ്പാദ്യവും സ്വത്തും എല്ലാം കൂടെ കണ്ട ട്രസ്റ്റിന്റെ പേരിൽ എഴുതി വെച്ചാ നമ്മൾ എന്ത് എടുത്തു വെച്ച് കൊച്ചിനെ പഠിപ്പിക്കും? എങ്ങനെ അവളെ കല്യാണം കഴിപ്പിച്ചു വിടും? എന്റെ രശ്മി, എനിക്ക് അറിഞ്ഞൂടാ. നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു എന്റെ തല തിന്നാൻ വരല്ലേ? ഇല്ല, തല തിന്നാൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അമ്മയെ വിളിച്ചു പറഞ്ഞത് അമ്മ ചോദിക്കാൻ വരുന്നുമുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം,
അമ്മ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി പ്രശോഭേട്ടൻ സംസാരിക്കാൻ ചെന്നേക്കരുത്, കേട്ടല്ലോ? എന്റെ അമ്മ നേരെ വണ്ണം സംസാരിച്ചാൽ നിന്റെ അമ്മയ്ക്ക് തന്നെ പോകാം. ആർക്ക് കൊള്ളാന്ന് കാണാം. ഞാൻ എവിടെയെങ്കിലും ഒളിച്ചോടാൻ പോയി, എന്നെ കൊണ്ടുപോയി. കൊച്ചമ്മ ചായ. ആ എടാ മുത്തുവേ, ഓ, ഈ പണം കൊടുത്തിട്ട് കിട്ടുന്ന സ്നേഹമേ ആ. അത് എത്ര കാലം നിലനിൽക്കൂടാ? പണം തീരുന്നിടം വരെ കാണും. ആ അപ്പൊ പണമില്ലാത്തവനെ സ്നേഹിക്കാൻ, അതും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുമില്ല. ഒറ്റ ഒരുത്തനും കാണൂല കൊച്ചമ്മ. അതുകൊണ്ടല്ലേ ഈ വൃത്ത സാധനങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരുന്നത്. അച്ഛന്റെ കയ്യിലും അമ്മയുടെ കയ്യിലും പൈസ ഉണ്ടോ മക്കൾ നോക്കും. എപ്പോ തീരുന്നോ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടങ്ങ് തള്ളും. പിന്നെ മക്കളെയും കാത്ത് ഇവരെ പോലുള്ളവർ ഇരിക്കണം. ഒരു ദിവസം ഇവരും വയസ്സാകും എന്നുള്ള കാര്യമൊന്നും ഇവരിപ്പോ ഓർക്കുന്നില്ല. അതാണ് അതിന്റെ തമാശ. തന്നെ കൊച്ചമ്മ. അല്ല കൊച്ചമ്മ, എന്റെ കൊച്ചമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ. ആര് നോക്കിയില്ലെങ്കിലും എന്റെ കൊച്ചമ്മയെ ഞാൻ നോക്കും കൊച്ചമ്മ. നീ നോക്കുവല്ലേ? അമ്മയുടെ തന്നെ. സത്യം? സത്യം. അയ്യോടാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കേ എന്റെ ഈ സ്വത്ത് എല്ലാം കൊണ്ട് ട്രസ്റ്റിന്റെ പേരിൽ അങ്ങ് എഴുതി കൊടുക്കാം. നീ ഏതായാലും എന്തെങ്കിലുമൊക്കെ ജോലി എടുത്തന്നെ നോക്കുമല്ലോ അല്ലേ? നോക്കാം നോക്കും. ആ, നോക്കാം. അത് മതി. എന്തുവാടാ സ്വപ്നം കാണുന്നത്? അല്ല കൊച്ചമ്മ, ആ, ഞാൻ ആലോചിക്കായിരുന്നേ, ആ. നമ്മൾ എല്ലാ പൈസയും കൂടെ സ്വാമിജിക്ക് കൊടുക്കുന്നതിന് പകരം അതിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപ എടുത്തിട്ട് അക്കൗണ്ട് ഇടാം. അപ്പൊ പിന്നെ ഞാൻ വേറെ ജോലിക്കൊന്നും പോകണ്ടല്ലോ. അപ്പൊ മാസം മാസം ചെന്നെടുക്കുക ചെലവഴിക്കുക അങ്ങനെ ആയാലോ? മുത്തു, ഓ, നിനക്ക് ഉളുപ്പെന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടോടാ? അയ്യോ ഛെ. അയ്യോ നാളെ ഇല്ലല്ലോ. കൊണ്ടിടുക എടുക്കുക. ഇതാണ് നീ ജോലി ചെയ്തതിന് ആയുഷ്കാലം നോക്കുമെന്ന് പറഞ്ഞ ഈ മനസ്ഥിതിയുള്ളവൻ. ഒന്നും പറയണ്ട, എല്ലാവരും പൈസയ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നവരാ. എന്തിനാ പറയുന്നത്? ഈ വീട്ടിനകത്തുള്ളവന്മാർക്ക് പോലും കാശ് മതി. അതാണ് എന്നോടുള്ള സ്നേഹം. അയ്യോ തൃപ്തിയായി എല്ലാം കേട്ടപ്പോ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാരും കഷ്ടപ്പെട്ട് കാശുണ്ടാക്കട്ടാ. എടാ നിനക്കറിയാവോ, ഈ കാണുന്നതൊക്കെ ഞാൻ വെറും കട്ടൻ ചായ കുടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതിന്ന് 5 പൈസ ഞാൻ ഒരുത്തനും കൊടുക്കാൻ പോകുന്നില്ല. കേട്ടല്ലോ? മനസ്സിലായി? എല്ലാരെയും മനസ്സിലായി? കൊച്ചമ്മ ചായ. ഓ ചായ കുടിക്കാം. എന്നിട്ട് നിനക്ക് ഞാൻ 50 ലക്ഷം ഇട്ട് തരാം കേട്ടോ. എടാ 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞത് മോശം എന്ന് പറഞ്ഞാൽ മഹാമോശമായി. കൊച്ചമ്മ ഇനി എന്ത് വിചാരിച്ച് കാണുമെന്ന്. 10 ലക്ഷം പറഞ്ഞാൽ മതിയായിരുന്നു. കൊച്ചമ്മ സമ്മതിച്ചേ. സമയത്തിന് ബുദ്ധി തോന്നുന്നില്ല. ചിറ്റാറ്റിങ്കാവിൽ ഉപ്പൻ ചോദിച്ചു, ചിറ്റിച്ചിറ്റമ്മേ ഉപ്പുണ്ടോ? മനുവേ നീ 4 1 2 3 4 അതിതല്ല വഴുവല്ല. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ലൗച്ചിനെ പോലെ ഇരിക്കും. കഴിഞ്ഞില്ലേടാ, ഒരു ചട്ടി എഴുതുന്ന ഇത്ര സമയം എടുക്കുവോ? ഇതൊക്കെ പറയുമ്പോ ആൾക്കാരായിട്ട് നാണക്കേടാന്ന്. എടാ ഇതിലൊരു നാണക്കേടും ഇല്ല. ഇത് ഇല്ലാതെ നടക്കുമ്പോഴാണ് നാണക്കേട്. ഇതുണ്ടെന്ന് പറയാൻ നമുക്ക് അഭിമാനമാണ്. ഞാൻ വൈകിട്ട് മാറിക്കോളാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. എവിടെ മാറാന്? മക്കൾ മാറണ്ട. മക്കളല്ലേ ഇന്ന് അമ്മച്ചിയുടെ സാരിയൊക്കെ കഴുകുന്നത്? അമ്മച്ചിയുടെ സാരി മക്കളല്ലേ കഴുകുന്നേന്ന്. എന്നെ കണ്ടത് അമ്മച്ചിയുടെ സാരി ഒന്നും കഴുകാനൊന്നും. എന്താടാ അതെന്തൊരു വർത്താനാടാ പറഞ്ഞേ? എന്റെ സാരി എന്താടാ എനക്ക് കഴിയാല്?
എടാ കുഞ്ഞായിരുന്ന സമയത്ത് നിന്റെ അപ്പിയിട്ടത്, നീ മൂത്രം ഒഴിച്ചത്, നിന്റെ മൂക്കള പിരിഞ്ഞത്, അങ്ങനെ എന്തെല്ലാം തുണികളെ ഞാൻ കഴുകി തന്നിട്ടുണ്ടടാ. പതുക്കെ പറ, നാട്ടുകാർ കേൾക്കുന്നു. പെട്രോളുടെ തുണി കഴുകി തരുന്നത് നിനക്ക് എത്ര നാളൊക്കെയാണല്ലേടാ. നിന്റെ എന്തെല്ലാം തുണി ഞാൻ കഴുകി തന്നല്ലേടാ. ഞാൻ കഴിവാമ്മ, ഞാൻ അമ്മ കഴിവാ. മക്കളെ കഴിയുമ്പോ നല്ല എന്താണ് ഈ സ്റ്റിഫായിട്ടിരിക്കണേ. സ്റ്റിഫെന്നിരിക്കണേ. മറ്റേ പരസ്യത്തിനകത്ത് കാണത്തില്ലേ അതെ ഇങ്ങനെ സ്റ്റീഫൻ ഷൈൻ ആണോ? അത്രയൊന്നും കഴിയാൻ പറ്റത്തില്ല. നീ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? കളക്ടർ ഉദ്യോഗസ്ഥനല്ലേ പോകുന്നത്? അതിനെക്കാട്ടും വലിയൊരു പരിപാടിക്ക് അമ്മച്ചി പോകുന്നത്. എന്ത് പരിപാടി? സുഹാസിനി ആന്റി എവിടെ പോണ്ട? ആരെങ്കിലും വന്നാലേ എന്ത് കാര്യം? സുഹാസിനി ആന്റി അവരുടെ സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച് കൊടുക്കുന്നുണ്ട്. ആണോ? മക്കൾക്കല്ല. എന്നാ പിന്നെ അമ്മച്ചി സാരിയൊക്കെ മാറ്റിട്ട് വരട്ടെ. അവിടെ പോയി നിന്നാൽ എന്തെങ്കിലും കിട്ടും. ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞ് നിന്നാ അവരെന്തെങ്കിലും എടാ അവിടെ ചെന്ന് ഇങ്ങനെ തലയൊറിഞ്ഞ് നിന്നാ എന്തെങ്കിലും തരുവോടാ? അമ്മച്ചിക്ക് 5 പൈസ തരത്തില്ല. നീ പോയാ കിട്ടുവോ? ഞാൻ പോയി അളിഞ്ഞ എന്തെങ്കിലും തരും. അങ്ങനാണെങ്കിൽ നീ നിക്കുന്നതൊക്കെ കൊള്ളാം. ഒരു 50 സെന്റ് സ്ഥലമെങ്കിലും എടുത്ത് മേടിക്കണം. 50 സെന്റ് മതി മക്കളെ. അമ്മച്ചിക്ക് വലിയ അത്യാഗ്രഹമൊന്നുമില്ല. ഞാൻ ഒരേക്കറ ഉദ്ദേശിച്ചു. നിന്നെ ഞാനല്ലേ വളർത്തി വലുതാക്കിയത്. വലിയ ആഗ്രഹത്തിനൊന്നും പോലും മക്കളെ. 50, 75 ആണെങ്കിലും അമ്മ അഡ്ജസ്റ്റ് ചെയ്യും. നോക്കാം. അയ്യോ പ്രതീക്ഷമോ വരുന്നു. മക്കളെ തുണിയൊക്കെ ഇവിടെ അമ്മ കഴിക്കോളാം. അവിടുത്തെ ഞാനേ കുഞ്ഞിന് എന്തേലും കുടിക്കാൻ എടുക്കട്ടെ. നല്ല ക്ഷീണോ എന്റെ മുഖത്ത്. മക്കൂടെ എന്തേലും ഹോർലിക്സ് ഇടണോടാ? ഹോർലിക്സ് ഇടണോ? ചായപ്പൊടിയില്ല, എനിക്കറിയാം. കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞോ? എടാ നീ വെലുത്തിക്കണ്ട. വെലുത്ത് നിന്ന് നീ വീർക്കും. അതെ സംഭാരം കുടിച്ച് നമുക്ക് അതിരിക്കാം. കഷ്ടപ്പെട്ടെന്റെ ചെറുക്കൻ കുറെ. ഞാനേ അളിയാ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നതാ. അപ്പോഴാ തുണി എഴുന്ന ആരും ആലോചിച്ചത്. ഒരു വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടായിരുന്നത് നല്ലായിരുന്നു. പാവപ്പെട്ടവനായി പോയില്ലേ. എന്തെങ്കിലും നിനക്ക് മാല എഴുതി കിട്ടിയോ? തുണിമില്ല നിന്റെ പേര് കിട്ടിയോ? കിട്ടിയില്ലേ? മക്കളെ ഇതാണ്ട് അമ്മ സംഭാരം കലക്കിയതാ. എന്നാ കുടിക്കും. യോ വെയിലും ഉണ്ട്. എന്റെ കുഞ്ഞങ്ങ് ക്ഷീണിച്ചു പോയി. എന്നാ കരിവാളിച്ചല്ലേടാ? കരിവാളിച്ച്. എന്താ മക്കളെ വെള്ളായിരിക്കുന്നെ? അമ്മ സ്വത്തെല്ലാം പാകം വെച്ച് തന്നോ? മോനിങ്ങോട്ട് നോക്കിക്കേ. ഇനി മോൻ വേണം എന്റെ ഈ മോന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ. എന്തോന്ന് വർത്താനം? അവൻ അറിയത്തില്ലേ? അറിയാം, എന്നാലും ഞാനൊന്ന് സൂചിപ്പിച്ചതല്ലയോ. എടാ നമുക്ക് തുണിമില്ല് 2 അടി ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അവിടെ ഒരു ഡാൻസിങ് ബാർ എടുത്താം. ഡാൻസിങ് ബാറോ? ഇവിടെ ഫാൻസി തുടങ്ങിയാ പോരെ? അവിടെ ഡാൻസിങ് ബാർ എടുത്താൽ അമ്മച്ചി കിടക്കുന്നത് ഡാൻസ് കളിക്കല കണ്ണടി കിട്ടി എല്ലാം ഇതാണ്. എന്നാ പിന്നെ അത് മതിയല്ലേ? പൈസയുടെ ചാകര. നീ പൈസയുടെ ചാകര. നീ എന്താ മിണ്ടാതിരിക്കുന്നേ? എന്റെ പൊന്നുമോനെ ഇത് എന്താ ഈ പറയുന്നേ? എനിക്ക് സ്വത്തും കിട്ടില്ല, ഒരു മണ്ണാങ്കട്ടം കിട്ടിയില്ല. പ്രക്ഷോഭനെല്ലാം എഴുതി കൊടുത്തോ? പുള്ളിക്ക് കൊടുത്തിട്ടൊന്നുമില്ല. അയ്യോ പിന്നെ ഈ ചേച്ചി എന്തോ കൊടുത്തെല്ലാം കൂടെ? അമ്മ എല്ലാം കൂടെ ഏതോ ഒരു ട്രസ്റ്റിന് കൊടുക്കാന്നാ പറയുന്നത് ഇപ്പം. എനിക്ക് അപ്പോഴേ അറിയാം മക്കളെ, ഇതിന്റെ ഇടയ്ക്ക് ഒരു ജാരസന്ധതി വരുമെന്ന്. ഈ സ്വത്ത് ഭാഗം വെക്കുമ്പോ എപ്പോഴും ഉള്ളതാ ഒരു ജാരസന്ധതി അപ്പൊ വരും. മക്കളെ ഈ ട്രസ്റ്റ് ആണാന്നോ പെണ്ണാന്നോ? ഇപ്പോഴത്തെ ഓരോ പരിഷ്കാര പേരുകളെ എന്താടാ? സംഘടന ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. സംഘടന സംഘടന എന്നാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാല്. വായി വെച്ചൊന്നും മിണ്ടായിരിക്കാൻ പറ്റുമോ നിങ്ങൾക്കൊന്ന്? എന്താ അടുത്ത പരിപാടി? എനിക്ക് 2 അടിക്കണം. അമ്മ വന്നോ? എവിടെയായിട്ട് നിന്റെ അമ്മായി? മുറിയിലുണ്ട്. പിന്നെ അമ്മ വലിയ വഴക്കുണ്ടാക്കി എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ടൊന്നും പോകരുതേ. അതൊക്കെ എനിക്കറിയാം. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ചറിയണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. ചേച്ചി, സുഹാസിൻ ചേച്ചി, സുഹാസിൻ ചേച്ചി, ചേച്ചി.
ഓ എന്താ? എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. നിനക്ക് എന്ത് കാര്യങ്ങളാ അറിയേണ്ടതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ വരവിന്റെ ഉദ്ദേശം മനസ്സിലായി. അല്ല, ചേച്ചിയുടെ ഉദ്ദേശം എന്തുവാ? എനിക്കങ്ങനെ പല ഉദ്ദേശങ്ങളും കാണും. അതൊക്കെ നിന്നോട് പറഞ്ഞ കാര്യം എന്താ? അല്ല, സ്വന്തം ഇഷ്ടപ്രകാരം സ്വത്തുക്കളെല്ലാം ട്രസ്റ്റിന് എഴുതി വെക്കാന്ന് കേട്ടു. അപ്പൊ എന്റെ മോളും കൊച്ചുമോളും എന്നാ ചെയ്യുന്നാ? നിന്റെ മോളെ അവിടെ കെട്ടിയോ നോക്കണം. അതല്ലെങ്കിൽ നീ നിന്റെ കെട്ടിയോനും കൂടെ വിളിച്ചോണ്ടുപോയി നോക്കണം. അത് എന്റെ ജോലിയല്ല, മനസ്സിലായേ? അപ്പൊ നൈസായിട്ട് എന്റെ മോളെ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കാന്ന് വിചാരിച്ചല്ലേ? നടക്കത്തില്ലേ ചേച്ചി അത്? അയ്യോ പാവം, ഈ സുഹാസിനി വിചാരിച്ചാലേ അതേ നടക്കൂ, മനസ്സിലായില്ലേ? സുനീത മേനോനല്ല, സുനീത മേനോന്റെ അച്ഛൻ നാരായണ മേനോൻ വന്നാലും ശരി സുഹാസിനി എന്ത് വിചാരിക്കുന്നോ അതേ നടക്കൂ. മുത്തോ, മുത്തോ, ഓ ഇങ്ങോട്ട് വാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൃത്യം 7 മണിക്ക് തന്നെ ഗേറ്റ് അടച്ചേക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ ഓരോരുത്തരും കയറി വരും, മനസ്സിലായോ? ഓ ശരി അച്ഛൻ. ആ സുനിത ചേച്ചി, ആ, തണുത്ത വെള്ളം എടുക്കട്ടാ? നീ എന്താ ആളെ കളിയാക്കുവാണോ? ആ, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. ഈ അവസ്ഥയ്ക്ക് തണുത്ത വെള്ളമാണ് പറ്റിയത്. അത് നിന്റെ മറ്റവർക്ക് കൊടുക്കണ്ട. ആ, ശ്ശെ. ആഹാ, ഇവിടെ നിപ്പുണ്ടായിരുന്ന വെറുതെ അമ്മയ്ക്ക് വഴക്ക് വാങ്ങിച്ചു കൊടുത്തല്ല. കഷ്ടം. തണുത്ത വെള്ളം വേണമെങ്കിൽ വിളിക്കണേ. വന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ലല്ലോ അമ്മ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മറുപടി അമ്മ തരുന്നത് ഞാൻ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. നീ വിഷമിക്കണ്ടടി, എല്ലാം ശരിയാവുന്നു. ആ, വിശ്വാസം അതല്ലേ എല്ലാം. മുഴുവനും പൈസയുണ്ട്. മൊത്തം ഉണ്ടല്ലോ. മേടിക്കണ്ട, എയർ ഗണ്ണാണ്. പിടിച്ചോ. പിന്നെ വാട്സാപ്പിൽ ബാക്കി ഡീറ്റെയിൽസ് അയക്കാം. അത് നോക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ വേറെ പ്രശ്നമൊന്നുമില്ല. ആരും കാണാൻ വെച്ചാൽ